ഹലോ, ഇവിടെ ആരുമില്ലേ കുട്ടികളെ? ഇത് ആ ചേട്ടന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. കുട്ടികളെ, ചേട്ടൻ വന്നാ? ചേട്ടൻ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയില്ല. കുട്ടികൾ പറഞ്ഞായിരുന്നു കണ്ട കാര്യം. അയ്യോ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ ഇപ്പൊ നിങ്ങളെല്ലാം ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ. ഈ മക്കളുണ്ടല്ലോ ഇവിടുത്തെ, നല്ല മക്കളാ. ഒന്നും പറയില്ല. വയലിൽ വെച്ച് കണ്ടപ്പോ കുട്ടികളെ ഒന്നുകൂടി കാണണമെന്ന് വല്ലാണ്ടൊരു തോന്നിയോണ്ട് ഇങ്ങോട്ട് പോകുന്നു. எதுவானாலும் நீங்க வந்தீங்கல்ல, பிரேக்ஃபாஸ்ட் சாப்பிட்டு மெதுவா போனா போதும். ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാന്ന്. അല്ല, അതൊന്നും വേണ്ട, അതിന് വേണ്ട. ചേട്ടോ, ഓ, ചേട്ടനെ ഞാൻ എവിടെയോ കണ്ടിട്ടില്ലേ? നമ്മള് കണ്ടിട്ടില്ലേ? നമ്മള് അങ്ങനെ കാണാൻ വഴിയില്ലല്ലോ. ആണോ? എവിടെയോ കണ്ടിട്ടുള്ളൂ അല്ലടാ? എവിടെയോ കണ്ടിട്ടുള്ള ഒരു ഫീല്. നമ്മുടെ ഈ കലൂര് സ്റ്റേഡിയത്തിന്റെ അടുത്ത് വല്ലതും വെച്ച്. കരൂർ സ്റ്റേഡിയം ഉണ്ടോ? അല്ല, അങ്ങനെ കാണാൻ വഴിയില്ല. ഞാൻ അങ്ങനെ പോകുന്നൊരു മനുഷ്യനല്ല. ആയിരിക്കില്ല. അല്ല ചേട്ടാ, ജോലി ചെയ്തോണ്ടിരുന്നപ്പോ ആക്സിഡന്റലി കാല് പോയാണെന്ന് പാറു പറഞ്ഞായിരുന്നു. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ലെഗ്സും പ്രോസ്റ്ററ്റിക് ലെഗ്സ് ഒക്കെ ഉള്ള കാലമല്ലേ, അതെന്തെങ്കിലും സെറ്റ് ചെയ്യാൻ നോക്കായിരുന്നില്ലേ? ശരിയാണ്, അങ്ങനെയല്ല ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നാമത്തെ എൻ്റെ ഭാര്യ രോഗിയാ. അവളെ കാര്യം നോക്കാൻ തന്നെ നമുക്കൊരു വകയില്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നിങ്ങളെ പോലത്തെ കുറെ നല്ല മനുഷ്യന്മാർ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഇതൊക്കെ കൊണ്ട് അങ്ങനെ അതൊന്നും മാണ്ടിയിട്ടല്ല, പക്ഷെ അങ്ങനെയല്ലാണ് കഴിഞ്ഞു പോകുന്നത്. ചേട്ടാ, അതുപോലെ ഇതുപോലെ പരിക്ക് പറ്റിയ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റിന്റെ ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ നോക്കിക്കൂടായിരുന്നു? അങ്ങനെ കുറേ ഉണ്ട്, കുറേ പദ്ധതികളുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം പുറകെ കുറേ കാലം പോയി. പിന്നെ അതിനൊന്നും വേണ്ടിയിട്ട് ഒന്നാത്തിൽ വീടെല്ലാം വിട്ട് നിൽക്കണ്ടേ, അതിനൊന്നും ഒരു പറ്റാത്തൊരവസ്ഥയിലായി പോയി. അങ്ങനത്തെ രണ്ട് പൊടിപോലത്തെ രണ്ട് മക്കളുണ്ട് എനിക്ക്. അപ്പോൾ മക്കളെ കാര്യമെല്ലാം നോക്കണ്ടേ. എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങളെല്ലാം കണ്ടതിൽ വലിയ സന്തോഷം. ഒരുപാട്. ഞാൻ പോട്ടെ എന്നാല്. ഈ മോനെ ഒന്ന് നിക്കണേ, ഞാൻ ഇപ്പൊ വരാം. ഈ വീട് നിങ്ങളെ സ്വന്തം വീടാ? സ്വന്തം എന്ന് പറയണെങ്കിൽ സ്വന്തം എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ പറയാം. നമ്മളെല്ലാരും ഈ ഭൂമിയിലെ വാടകക്കാരാണല്ലോ ചേട്ടാ. ഉറപ്പല്ല, എല്ലാണ്ട് ബന്ധ് നമ്മളെല്ലാരും പാടകക്കാരാണ്. ജീവിതമേ നാടകല്ലേ. അതെ. ഇത് കൈവച്ചു. 500 റുപ്യ ഇതൊന്നും മാണ്ടീന്നു. കുഞ്ഞിലേക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാം. അത് നേരം. അയ്യോ ചേട്ടാ, എന്റെ കാശായിട്ടില്ല. അയ്യോ, ക്യാഷ് കൂടെ QR കോഡ് ഉണ്ട്. கௌரி, என்னோட கூட ஒரு 100 ரூபாய் போட, அப்புறம் நான் உனக்கு குடுக்கறேன். നിങ്ങൾ എത്ര ഉദ്ദേശിച്ചേ? 500. ഓല 100 കൂടി 600 ചേട്ടാ, ഞാനും അയക്കാം 500 രൂപ. അയച്ചിക്കുന്നേ. ഇനി ആർക്കെങ്കിലും പൈസ അയക്കണമെന്നുണ്ടോ? എന്റെ QR കോഡ് ഉണ്ടേ. ചേട്ടാ, എന്റെ കയ്യില് ക്യാഷ് ആയിട്ട് അകത്തായിരിക്കുന്നേ. ചേട്ടാ വല്ല കഴിച്ചായിരുന്നോ? അങ്ങനെ ചോദിച്ചാ കഴിച്ചിനി. കഴിച്ചിട്ടില്ല? ഇല്ലേന്ന് ചോദിച്ചാ കഴിക്കാൻ എന്താണ്? അല്ല, ഇപ്പം വേണ്ട. ഞാൻ എല്ലാം കുഴപ്പമില്ലേട്ടാ, വേട്ട കഴിച്ചിട്ട് പോവാം നമുക്ക്. ചേട്ടൻ നമുക്ക് കഴിച്ചിട്ട് പോവാം. വേട്ടാ, ഞാൻ താങ്ങി തരാം. കഴിക്കാം. എല്ലാരും ബാബാ സൂചിച്ചേട്ടാ. ഇവിടെ ഇരിക്കണ്ടേ? പാവം, കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. സിദ്ധു കാര്യമായിട്ട് എന്തോ കൊടുക്കാനാ വിളിച്ചോണ്ട് പോയത്. പതുക്കെ. അയ്യോടാ. അതെ അതെ. ചേട്ടൻ ഈ QR ഒക്കെ സെറ്റ് ചെയ്താണല്ലേ നടക്കുന്നത്? ഞാൻ പിന്നെ ആരെങ്കിലും പെട്ടെന്ന് തരുവാ നോക്കും. പൈസ കയ്യില്ലെങ്കിലേ ഒരു സൗകര്യം ആയിക്കോട്ടെ തിരിച്ചിട്ട്. കറക്റ്റാ. പൈസ കയ്യില്ലെങ്കിൽ സൗകര്യം ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ കുറ്റം പറയാൻ പറ്റും നോക്ക്, അല്ലേ അളിയാ? എവിടെയാ പോന്നെ? ഓക്കെ, ഇരിക്കേട്ടാ. എവിടെ ഇരിക്കാൻ? ഇവിടെ ഇരുന്നോ?
ഇരിക്കണ്ട. അതെന്താ? അത് പറ്റൂല, വേദന, കാല് വേദനയാവും. കാല് വേദനയാവുന്നോ? നിന്ന് കഴിഞ്ഞാലല്ലേ കാല് വേദനിക്ക ചേട്ടാ. ചേട്ടൻ ഇരിക്കേ. കുഴപ്പമില്ലെന്നേ, ഈ കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അതാ സൗകര്യം. മക്കളെ എവിടെങ്കിലും ഇരുത്ത്. വേണ്ടമ്മ, ഇവിടെ നിന്നോളാം. കുഴപ്പമില്ല, ഇരുത്താം മൂമ്മ. അളിയാ കാലിലേ പൊടിയോ, ചേട്ടന്റെ കാലിലും ഭയങ്കര പൊടി. നടന്നു വന്നല്ലേ. ഓ, ചെരുപ്പ് ഇടുന്നില്ലല്ലോടാ. അതുകൊണ്ടാ. ചെരുപ്പിടേണ്ട ആവശ്യം ഇല്ലല്ലോ. உங்களுக்கு டீ காஃபி ஜூஸ் ஏதாவது எடுக்கட்டா? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അതിനൊക്കെ സമയമുണ്ടല്ലോ. ഇനിയും ചേട്ടൻ കുറെ നേരം ഇവിടെ നമ്മളോട് ഇരിക്കേണ്ടതല്ലേ? അല്ലേ ചേട്ടാ? പിന്നെ സമയത്തോടെ. സമയത്തുണ്ടല്ലോ. പിന്നെ ചേട്ടാ, ചേട്ടന് 2 പെൺകുട്ടികളായിരിക്കും അല്ലയോ? അതെങ്ങനെ മനസ്സിലായി? അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കണമല്ലോ, അല്ലേ? പിന്നെ അമ്മായിയെ ആ വലിയ അല്ല അമ്മായി, അർജുനായിട്ടൊരു കോള് വന്നിട്ട് ജംഗ്ഷനിൽ പോയേക്കുക. ചേട്ടോ, നാളെ ഞാൻ ചേട്ടനെ എവിടോ കണ്ടിട്ടുണ്ട്. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. പിന്നെ ഒന്നാമതിൽ ഈ ഒരാളെ പോലെ 7 പേരുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ? അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. 7 പേര്. അതെ. 7 പേരുടെ കണക്കാ. ചേട്ടനെ ഞങ്ങക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ചേട്ടാ, ഞങ്ങൾക്ക് ചേട്ടന്റെ ഭാര്യയോടും മക്കളോടും ഒന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഒന്ന് വിളിക്കൂ. അല്ല, അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് വീഡിയോ കോൾ വിളിച്ചാ പോരെ? അതെ, വീഡിയോ കോൾ വിളിച്ചാൽ വിളിക്കും. അല്ല, അവക്ക് ഫോണില്ല. ഞാൻ ഇത് എന്റെ സങ്കടപ്പെടാൻ ഇതൊരാൾ എനിക്ക് വെറുതെ തന്നതാ. ആർക്ക് ഫോണില്ലാലോ, പിന്നെ വീഡിയോ കോൾ പറ്റൂലോ. ചേട്ടനൊരു കില്ലാടി തന്നെ. അതെ, പക്ഷെ എന്ത് ചെയ്യാനല്ല ചേട്ടാ, ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് കയറുമ്പോഴേ. അതെ ഭയങ്കര പ്രശ്നം. ഞാൻ ഇറങ്ങി കേട്ടോ. എന്നാല് എന്താണെന്നറിയോ, എനിക്ക് ഓക്ക് മരുന്ന് വാങ്ങാനുള്ള സമയമായി. അപ്പൊ ഇല്ല, ഓക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോട്ടെ. മരുന്നൊക്കെ നമുക്ക് പിന്നെ വാങ്ങാലോ ചേട്ടാ. എന്താ പറയാ, ഒരു കാലങ്ങില്ലാണ്ട് എങ്ങനെയാടാ ഒരു മനുഷ്യൻ ജീവിക്കുക അല്ലേ? അതിന്റെ കൂടെ 2 പെൺമക്കള്, ഭാര്യയ്ക്കും വയ്യ. കഷ്ടപ്പെടാറ് കേട്ടോ. അറിയാ, എന്താണേലും ഒരു കാലങ്ങ് പോയി. ജനങ്ങൾക്കിടയിൽ നിന്ന് നല്ല സെന്റിമെന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയടാ, 2 കാലും ഇല്ലാണ്ടായാലോ? ഒരുപാട് സെന്റിമെന്റ്സ് കിട്ടുകയും ചെയ്യും, കുറെ ഫണ്ട് ഞാനേ പോട്ടെ. ചേട്ടാ, അവിടെ നിക്ക്. നീയേ, നമ്മള് ഇതുപോലത്തെ ആൾക്കാർ വരുമ്പോ വെട്ടവച്ചങ്ങനെ വാളില്ലേ, ആ വാളി എടുത്തോണ്ട് വാ. എന്തിനു വാള്? നമുക്ക് ഈ കാല് മുറിക്കണ്ടായോ? ഈ കാലോട് മുറിച്ചു കഴിഞ്ഞാൽ നല്ല സെന്റിമെന്റ്സ് കിട്ടും, കാച്ചു മാരും. മോനെ എന്തൊക്കെയാ പറയുന്നേ? അമ്മൂമ്മ, നിങ്ങൾ ആരും ഇടപെടല്, നമ്മൾ ഡീൽ ചെയ്തോളാം. അളിയ ഇപ്രാവശ്യം ഞാൻ വെട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ തട്ടിപ്പോയിട്ട് വന്നപ്പോ നീയാ വെട്ടിയത്. ഇപ്രാവശ്യം ഞാൻ തന്നെ വെട്ടും. എന്നാ കാല് പപ്പാതി എടുക്കാം നമുക്ക്. പറയുന്നത് നിങ്ങൾ, ഞാൻ പോവാ. പോയി, നിങ്ങക്ക് കാല് വെട്ടണ്ടല്ലേ? കാലിറക്കുന്ന കാലിറക്കുപോയി. കാല് കെട്ടി വെച്ചേക്കുക. അറിയാം, ഒന്ന് ഇറക്കുക. ഓ, ഞാൻ വരാം. അയ്യോ, എങ്ങനെ ഇരിക്കണ്? എവനെയൊക്കെ അങ്ങനെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ആ പ്രസാദേട്ടോ, ഇവിടെ നമുക്കൊരു തരികിടയെ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ ഇങ്ങനെ? അപ്പുറത്തുണ്ടോ? എന്നാ ശരി, ഓടിങ് ബാ. ബാ 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 ബാ. നേരെ ഇല്ല, പോട്ടെ. അപ്പൊ താൻ ഞങ്ങളെ പറ്റിച്ചതായിരുന്നല്ലോ. ഇവിടെ കൊള്ള എന്റെ മേടിച്ച് 500 രൂപ തിരിച്ചാടാ. എന്റെ 100 രൂപ എங்கிട്ട് വാങ്ങിട്ട് 100 രൂപയും കൂട്. എല്ലാരും പൈസയും തരാം, കയ്യിലുണ്ട്. എടോ, താ ഒരു കാര്യം ഓർക്കണം. തന്നെ പോലുള്ള ആൾക്കാർ കാരണമാണ് പാവം അർഹതപ്പെട്ടവർക്ക് ഒരു പരിഗണന കിട്ടുന്നത്, അറിയോ? എന്റെ പൊന്നു സഹോദരി, സമൂഹത്തിൽ ഭൂരിഭാഗം ആൾക്കാരും പറ്റി ജീവിക്കുന്ന. അങ്ങനെ ഞാനും ഒന്ന് പറ്റി ജീവിക്കാൻ നോക്കി, നിങ്ങൾ എന്നെ പിടിച്ച്. ഇതോടെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഞാൻ പോട്ടെ. അല്ല, ശരിക്കും തനിക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടാ? ഇല്ല. ബാച്ചിലറാ? പറ്റിച്ച് ജീവിക്കാൻ തനിക്ക്